ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൊരിച്ചുണ്ടയാണ്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ആവശ്യത്തിന് കപ്പപ്പൊടി, അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര, എള്ള്, ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, ഏകദേശം ആ പരുവാകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടി വെക്കാം കേട്ടോ. ഈ മാവ് വേണമെങ്കിൽ 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ബോൾ പോലെ പൊന്തി വരും. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പണ്ട് കാലങ്ങളിൽ കപ്പ ഉണക്കി പൊടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് സുലഭമായിട്ട് ഇത് കിട്ടുന്ന പൊടിയാണ് കേട്ടോ. കൂടുതലും ഉപ്പിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ചിലവർ ശർക്കര ഇട്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു ചീനിച്ചിട്ട് എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുക, പിന്നെ നമ്മുടെ ബോളുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അവസാനം നമുക്ക് ഈ കാണുന്ന പരുവത്തിൽ കിട്ടോട്ടാ. ഇത് നല്ല ഹെൽത്തി ഫുഡ് ആയതുകൊണ്ടേ കുട്ടികൾക്ക് കണ്ണും പൊട്ടി കൊടുക്കാട്ടോ. അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ പ്രത്യേക ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ബോൾസ് ആണ്. ഇതെല്ലാവർക്കും എന്താണെങ്കിലും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ഇത് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കപ്പയുടെ ചെറിയ ടേസ്റ്റ് ഒക്കെ തോന്നട്ടോ. എന്താണെങ്കിലും സംഭവം പൊളിച്ചു. ഇതെല്ലാവരും എന്താണെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ ഓക്കെ.